ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇതും കൂടെ ഉണ്ട്. ഈ പാകിസ്ഥാൻ ആർമി പോലും ഇതിൻ്റെ അകത്ത് ഡിവൈഡഡ് ആണ്. ഒരു ഫാക്ഷൻ ശരിക്കും അഫ്ഗാനികളുമായിട്ട് അടുത്ത് നിൽക്കുകയും ഒരു ഫാക്ഷൻ അമേരിക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സിനാരിയും കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ മൊത്തം പരിപാടിയുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ബഗ്രാം എയർബേസ് ചോദിച്ചു, പറ്റൂലെന്ന് 11 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അങ്ങോട്ട് പറഞ്ഞ സമയത്താണ് പാകിസ്ഥാൻ ഇത് മുഴുവൻ കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ അമേരിക്കൻ ഒരു കൈയുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു ടൈമിങ്ങിന്റെ ഒരു ഇതാണ്. ഈ യുദ്ധം നിർത്താനും ഇവിടെ ഒരു ഡീലും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ട്രേഡ് ടാരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അത് അങ്ങോട്ടാണ് ഇതെല്ലാം അവസാനമായിട്ട് പോകുന്നത്. രസം അതല്ല, അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബാക്കർ ഇപ്പോൾ RIC ആണ്. റഷ്യ, ഇന്ത്യ, ചൈന. സോ വെരി ബേസിക്കലി ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ കിടന്നിട്ട് അടുത്തൊരു യുദ്ധം അമേരിക്കയ്ക്കും തട്ടുകേടില്ല, റഷ്യക്കും ഇന്ത്യക്കും ചൈനയ്ക്കും തട്ടുകേടില്ല. അഫ്ഗാനിസ്ഥാൻ ഓൾറെഡി നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് അതിൻ്റെ അകത്ത് മേജർ കോൺട്രിബ്യൂട്ടർ, തൊട്ടുപുറകെ ചൈനയുണ്ട്. അങ്ങനെ ഒരു സിനാരിയോയിൽ ഇത് മുഴുവൻ തകർക്കാനായിട്ട് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അതും അമേരിക്ക നേരിട്ട് വരാൻ പറ്റില്ല. പാകിസ്ഥാൻ വഴിയേ വരാൻ പറ്റൂ. പഴയ പോലെ അഫ്ഗാനിസ്ഥാനിൽ കയറി അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റൂല. ബേസിക്കലി അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡയറക്ഷൻ, പോകുന്ന ഡയറക്ഷൻ ഇപ്പോൾ.